ടു റെഡ് റോസസ്. നിങ്ങളൊക്കെ സേഫായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ സിമ്പിൾ റെസിപ്പി കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ ഞാൻ ഉണ്ടാക്കണത് വെച്ചാൽ ഒരു ബ്രെഡ് ടോസ്റ്റാണ്. സിമ്പിൾ ബ്രെഡ് ടോസ്റ്റ് വളരെ എളുപ്പമാണ്. ചില പിള്ളേർക്കൊക്കെ മുട്ട കഴിക്കാനൊക്കെ വളരെ മടിയാവും. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ അത് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നന്നാവും. അപ്പോൾ ഈ സിമ്പിൾ ബ്രെഡ് ടോസ്റ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്നൊരു പുതിയ രീതിയിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കാണിക്കാം. അതിന് ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്, ഒരു ഉള്ളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പച്ചമുളക് നമുക്ക് ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ അതുപോലെ തന്നെ കുരുമുളക് പൊടിയോ എന്തെങ്കിലും ഇടാം. ഞാൻ ഇതിൽ ഒരു ലേശം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ള ഒരു സ്നാക്കാണ്. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു ചെറിയ സ്നാക്കാണിത്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഈ ബ്രെഡ് പീസ് വെച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മുരിയട്ടെ. ഇതിലെ ഉപ്പ്, ഒരു മുട്ട, ഒരു ചെറിയ സവാള, പച്ചമുളക്, മല്ലിയില, ഒരു ലേശം കുരുമുളക് പൊടി. അടുത്ത ബ്രെഡ് നമുക്ക് ഇതുപോലെ വെക്കാം. തീ ഒന്ന് കുറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. മുട്ടയും ബ്രെഡും ഒരു ഉള്ളി ഉണ്ടായാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം.